അത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒറ്റ കാര്യം ഞാൻ പറയാം. സിമ്പിളായിട്ടുള്ള ഒറ്റ കാര്യം ഞാൻ പറയാം. മമ്മു എന്ന് പറഞ്ഞ വ്യക്തി അവൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? നിങ്ങളൊന്ന് പറഞ്ഞേ, എത്ര കാലമായി ഒന്ന് പറഞ്ഞേ. മമ്മു എന്ന് പറഞ്ഞ വ്യക്തി അവൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അസ്പാക്ക്, ജാസി എല്ലാവരും ഉണ്ട്, വിളിക്കാം. അസ്പാക്കില്ല, അസ്പാക്ക് കണ്ണൂർ, അസ്പാക്ക് നാളെ വരും. പറ. 2 years പ്ലസ് 3 years, 3 വർഷമായി അല്ലേ? 3 വർഷമായിട്ട് കൂടുണ്ട്. ഈ 3 വർഷമായിട്ട് കൂടുള്ള മമ്മൂൻ്റെ കയ്യിലുള്ള ഫോൺ ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ലൈവിൻ്റെ സമയത്ത് മമ്മൂന് ഒരു ഐഫോണൊക്കെ കൊടുക്കും, ഒരു വൈറ്റ് ഐഫോൺ 13 Pro Maxോ 13 Pro അങ്ങനെ ഏതോ ഒരു ഫോണുണ്ട്, അതൊക്കെ കൊടുക്കും. അതല്ലാതെ മമ്മൂൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഫോണെന്ന് പറഞ്ഞാൽ ഏതോ റെഡ്മീൻ്റെയോ വിവോൻ്റെയോ ഏതോ ഒരു ഇതായിട്ടുള്ള ഫോണാണ്. നിങ്ങൾ ആലോചിക്കണം, 3 വർഷമായിട്ട് തൊപ്പിയുടെ കൂടെ നിൽക്കുന്ന ആളാണ് മമ്മു. ഓൻ്റെ കയ്യിലുള്ള ഫോണിൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ ആദിലിന് ഫോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ആദിൽ തന്നെ നിങ്ങളോട് വന്ന് പറഞ്ഞോളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ തെളിവ് എന്താ അറിയോ? ഈ 3 വർഷമായിട്ട് തൊപ്പീൻ്റെ കൂടെയുള്ള മമ്മൂൻ്റെ വീടിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 3 വർഷമായിട്ട് കൂടുള്ള മമ്മൂൻ്റെ വീടിൻ്റെ അവസ്ഥ കണ്ടാൽ, ചോർന്നൊലിക്കുന്ന വീടിൻ്റെ അവസ്ഥ കണ്ടാൽ ഓടിട്ടിട്ട് ഓൻ്റെ ഉമ്മ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ടാണ് കിടക്കൽ. ഓൻ്റെ ഉമ്മ അപ്പുറത്ത് വേറെ വീട്ടു ജോലിക്ക് പോയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഫസ്റ്റത്തെ ഒരു 2 മാസമോ 3 മാസമോ എന്തോ തൊപ്പി പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ 3-4 മാസം കൂടുമ്പോൾ മമ്മ വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ എന്തിനാ പോകുന്നതെന്നും എന്തിനാ ഇതാക്കുന്നതെന്നും ഓൻ വാശി പിടിച്ചാൽ ഓനായിരിക്കും. അപ്പോൾ 2000-3000 കൊടുക്കും ചിലവിന്. ഈ പോണ്ട വരേണ്ട ഇതിനുള്ള പൈസ കൊടുക്കും. അതും റാംബോ മുഖാന്തരം കൊടുക്കുന്നത്. അത് തന്നെ റാംബോ ചോദിക്കും എന്തിനാ ഇത്ര പൈസ ഇത്ര പോരെ, അങ്ങനെയാണ് ഇവർ കാണുന്നത്. മനസ്സിലായോ? അതായത് നമ്മളവിടുത്തെ അടിമകളാണ് ഗൈസ്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഈ ക്യാമറയിൽ കാണുമ്പോൾ ഞാൻ ചിലപ്പം മെയിനായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നാം. പിന്നെ ജാസിക്കൊന്നും ഇന്നേ വരെ 1 രൂപ പോലും സാലറി ആയിട്ട് അവൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. മനസ്സിലായോ? സാലറി ആയിട്ട് 5 രൂപ പോലും കിട്ടിയിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവൻ ആദ്യമേ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 1 രൂപ പോലും ഞാൻ തരാൻ തയ്യാറല്ല എന്ന് ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. നമ്മൾ അതിനനുസരിച്ച് ഇതാക്കും, വേണ്ടാത്തവർ പോകും. ഞാൻ കുവൈത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്, മനസ്സിലായോ? അവിടുത്തെ ജോലിയും ഇതും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇതായി അങ്ങനെ വന്നൊരു വ്യക്തിയാണ്. എനിക്ക് ഇവർ ഇത് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ ഈ മമ്മൂൻ്റെയും പണ്ട് കിക്കിൽ മമ്മു തൊപ്പിയും ലൈവ് ഇതാക്കുമ്പോൾ ഞാൻ ഓഫീസിലിരുന്ന് ഞാൻ ഇത് കാണും, ഈ ലൈവ് ഞാൻ കാണും. അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഓൾറെഡി തൊപ്പീൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി എന്താ പറയുക, തൊപ്പീൻ്റെ അടുത്ത് പോയി ഓൻ ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാങ് തുടങ്ങുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാനും അതിൻ്റെ കൂടെ കൂടി. പ്രൂഫ് കാണിക്കാം ഗൈസ്, പ്രൂഫ് ഞാൻ കാണിക്കും. മനസ്സിലായോ? പ്രൂഫ് ഞാൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കും. അത് ഇതാക്കിയിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. എനിക്കറിയാം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വിശ്വാസം ഇല്ലയെന്നും എന്നോടുള്ള ഇതെന്താണെന്നും എല്ലാം എനിക്കറിയാം. നിങ്ങളെന്താ ചിന്തിക്കുന്നത്, നിങ്ങളെന്താ വേറെ എല്ലാത്തിനുള്ള ഉത്തരം പറയാം. മനസ്സിലായോ? ഞാൻ ഈ കുവൈത്തിൽ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇവരുടെ വീഡിയോ കണ്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഓസ്കാർ വാട്ടെവർ ബ്രദർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോ, നമ്മളെ ഉള്ളിൽ തട്ടിയിട്ടുള്ള അനുഭവമാണ് നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ ചിരിയായിരിക്കും, നിങ്ങൾക്കത് പലതുമായിരിക്കും. കാരണം നിങ്ങൾ ആ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ല. അപ്പം നിങ്ങൾക്കത് ഒരിക്കലും ഫീൽ ചെയ്യൂല. എനിക്കൊരിക്കലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സിറ്റുവേഷനോ ഇങ്ങനെ ഒരു കാര്യമോ ഇങ്ങനെ ഒരു ഇത് വന്ന് പറയരുതെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ അത്രയും ഞാൻ വിചാരിച്ച വേറൊരു കാര്യം ഉണ്ടാവില്ല. മനസ്സിലായോ? അത്രയും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ മുതൽ ഈ പറഞ്ഞ പോലെ വീഡിയോ ഇടാന്നുള്ള ഇത് ഞാൻ ചിന്തിച്ച, പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റിയിട്ടില്ല. മനസ്സിലായോ? ഇപ്പം ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ നിർബന്ധിച്ചുകൊണ്ട് ഷമീർ നമ്മളിങ്ങനെ പോയാൽ ഇത് കാര്യമില്ല. മനസ്സിലായോ? നമുക്ക് ഹെയ്റ്റാന്ന് കിട്ടുന്നത് എല്ലായിടത്തും നമ്മളെ നമ്മളെന്തോ തൊപ്പീനെ ഊമ്പിച്ചിറങ്ങിയ ആൾക്കാരാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. മനസ്സിലായോ? നമ്മളെന്തോ അവനെ ഊമ്പിച്ചിറങ്ങിയ ആൾക്കാരാണെന്നാണ് ആൾക്കാർ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ
എന്താ റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിന് റീച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിനോ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മൾ ഇതാക്കി. നമ്മൾ അനുഭവിച്ച കുറച്ച് കാര്യമുണ്ട്. അത് എന്നെ അറിയുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്നെയോ നമ്മളെ കൂട്ടത്തിലുള്ളവരെയോ മനസ്സിലാവും. നമുക്ക് എല്ലാ സ്ഥലത്തുനിന്നും ഹെയ്റ്റും ഇതും ഒക്കെ ഈ തൊപ്പി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. ഒരിക്കലും തൊപ്പി അറിയാതെ നമുക്കത് കിട്ടൂല. കുര്യൻ, ഞാൻ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വെയിറ്റ്, കുര്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. കുര്യൻ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ കാണിച്ചു തരുന്ന കാര്യം ഇത് കണ്ടോ നിങ്ങൾ? ഇത് കണ്ടോ? കുര്യൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസമായിട്ട് എന്നെ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് ഈ പറഞ്ഞ പോലെ കുര്യൻ ചോദിക്കുന്ന എമൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് ഒരു കുറച്ച് ചിന്തിക്കാനോ ഒരാളെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവും. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. കുര്യൻ, അയ്യോ നമ്പർ ലീക്കാവുമല്ലോ, അയ്യോ സോറി. ഇതാ കുര്യൻ ആൻഡ്രോസ്. അയ്യോ ഇത് കണക്ട് ചെയ്യാനും പറ്റില്ല, ഞാൻ കാണിച്ചു തരാം. ഇതാ കുര്യൻ ആൻഡ്രോസ്, കണ്ടോ? കുര്യൻ ആൻഡ്രോസ്. അയ്യോ നമ്പർ ലീക്കായി. ഇതാ 50 രൂപ. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല ഗൈസ്, ഞാൻ നമ്പർ പൊത്തിപ്പിടിക്കുന്നുണ്ടോ? 50 രൂപ, 60 രൂപ, ഇതൊക്കെയാണ് ഞാൻ കുര്യന് അയച്ചു കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലാവും? അതായത് നിങ്ങളൊന്ന് സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. വാട്ട് എ പ്രൂഫ് എന്നോ ബ്രദർ. ഞാൻ സിമ്പിളായിട്ട് ഇപ്പോൾ കുര്യന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചെന്ന കാര്യം അത്. മനസ്സിലാവും? അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചിന്തിക്കാം. ഈ പറഞ്ഞ പോലെ കുര്യന് എന്ത് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ 50 റുപ്യ എൻ്റെ അടുത്തുനിന്ന് 50 റുപ്യ 60 റുപ്യയും കുര്യൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. മനസ്സിലാവും? ഇനി ഞാൻ വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെയിറ്റ്, ഞാൻ പറയുന്നില്ല കള്ളാന്നായിരിക്കുമല്ലോ നിങ്ങൾ ചിന്തിക്കാം. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ലീക്കാൻ പാടില്ല. സോ ഇങ്ങനെ ഞാൻ ഇതാക്കും. മെൽവിൻ നിൽക്കുക ഐസ്. ഓക്കെ, ഇത് ഞാൻ ഇവിടെ സ്ട്രീം ചെയ്തുകൊണ്ടിരുന്ന സെറ്റപ്പാണ്. നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ടാവും, കുറച്ച് ആൾക്കാർക്കും അറിയുണ്ടാവും. ഇതിൻ്റെ ഡേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഡേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ ഡേറ്റ് എന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവും. 18 ഐഫോൺ ഒരിക്കലും കുറ്റം പറയില്ലല്ലോ. 18 ഇതാ വരാപ്പുയ 18 ഫെബ്രുവരി 2:12 ഇത് ആ ദിവസത്തെ എൻ്റെ ലൈവ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേണമെങ്കിൽ ഞാൻ തന്നെ എടുത്ത് വെച്ച് തരാം. മനസ്സിലായി? ഞാൻ തന്നെ എടുത്ത് വെച്ച് തരാം. ഇനിയിപ്പോൾ അത് ഇതാന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ കളി. 18 ഫെബ്രുവരിൻ്റെ ലൈവ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് വെച്ച് തരാം. ഇവിടെ മനസ്സിലായോ? വേണ്ട, ഓക്കെ. ഇതൊക്കെ ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം. ഈ പറഞ്ഞ പോലെ എന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യൂല എന്നും എന്നോട് നിങ്ങൾക്ക് ഉള്ളത് എന്താണെന്നും എനിക്ക് നല്ലപോലെ അറിയാം. മനസ്സിലായോ? എനിക്ക് നല്ലപോലെ അറിയാം. കാരണം ബ്രോ 12 വർഷമായിട്ടുള്ള സുഹൃത്ത് തന്നെ ചതിച്ചതാണ്. അപ്പോൾ പിന്നെ കുറച്ച് കാലമായിട്ട് കാണും നിങ്ങൾ എന്നെ എങ്ങനെയെന്ന് എന്നെ കാണാനും അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇതാക്കാനും എനിക്കറിയാം. മനസ്സിലായോ? വെയിറ്റ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സംഭവങ്ങൾ ഇതാ ഈ പറഞ്ഞ ഇതിൽ നിന്ന് എൻ്റെ മാസം ഞാൻ
ലൈവ് 5-6 മണിക്കൂറാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം 5-6 മണിക്കൂറാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. ഈ ലൈവ് ചെയ്യുന്ന പൈസ പോകുന്നത് എൻ്റെ അക്കൗണ്ടിലേക്കല്ല. മനസ്സിലാവും. ഈ ലൈവ് ചെയ്യുന്ന പൈസ എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. 4-5 മാസം എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷമാണ് അവിടുന്ന് ഇതാക്കിയത്. മനസ്സിലാവും. ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എമൗണ്ട് ഇതൊരു മാസം ഒരു എമൗണ്ട് വരും. മനസ്സിലാവും. ആ ടൈം എനിക്ക് വാച്ചിങ് ഉള്ളതുകൊണ്ട് ഒരു എമൗണ്ട് വരും. ഈ എമൗണ്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലാവും. ഈ എമൗണ്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളിപ്പോൾ പ്രൂഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ചതാണ്.